ഹായ്, ലേൺസ് ഹിയർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും 10 കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് 10 കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെയൊക്കെ നോട്ട്സ് അതിലാണ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റും സൂം മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കുകളും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മൾ എങ്ങനെയാണ് കുറച്ച് സീക്വൻസ് തന്നാൽ അതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കോമൺ ഡിഫറൻസ് എന്നുള്ളൊരു ടേമാണ് അല്ലേ. കോമൺ ഡിഫറൻസിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ബി ആണ്, കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആ സീക്വൻസ് ഒരു എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. കോമൺ ഡിഫറൻസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കില്ല അല്ലേ, സാധാ സീക്വൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇതിനകത്ത് ഓരോന്നും ചെക്ക് ചെയ്യാം. ഇതിൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിൽ നമ്മൾ നമ്പർ 5, 10, 15 നമുക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ജസ്റ്റ് ഒന്നും കൂടി നമ്മളിവിടെ x1, x2, x3 എന്ന് കൊടുക്കും. മനസ്സിലായോ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കൊടുക്കും x1, x2, x3. അപ്പോൾ നമ്മൾ ഇനി ആദ്യത്തെ കോമൺ ഡിഫറൻസ് കാണാൻ പോവാണ്. b is equal to x2 minus x1. ഇവിടെ x2 എന്ന് പറയുന്നത് 10 ആണ്. 10 minus 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 എന്ന് കിട്ടും അല്ലേ. അതുപോലെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? x3 minus x2. അപ്പോൾ എത്ര കിട്ടുക? 50 minus 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 5 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെ 5 ആണ്. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് അതൊരു എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 2, 4, 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 minus 2 ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് ആൻസർ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? 8 minus 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 4 ആണ് അല്ലേ. അപ്പോൾ ഇതും എന്താണ്? ഒരുപോലെയല്ല, കോമൺ ഡിഫറൻസ് സെയിം അല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ നമ്മളിത് സീക്വൻസ് അല്ല എന്ന് എഴുതാം. ഇനി സി എന്താണ്? 10, 20, 13 ആണ്. അപ്പോൾ 20 minus 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10 എന്ന് കിട്ടും അല്ലേ. അതുപോലെ തന്നെ 30 minus 20 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നോക്കിയേ, കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? സി എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. മനസ്സിലായോ? സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ മിസ് ചെയ്യാതിരിക്കാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.